ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. ഇത് ജാവാസ്ക്രിപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. നെസ്റ്റഡ് ലൂപ്പ് വെച്ചിട്ട് ഓൺലൈൻ കമ്പൈലറാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് പാഡാണ്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ഇങ്ങനെയാണ്: ഇൻവേർട്ടഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ആദ്യത്തെ പോലെ തന്നെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റാർസ് ഇവിടെ 4 എന്ന് കൊടുത്തു. നമുക്കിവിടെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഓക്കെ, ലെറ്റ് n is equal to 4. let I is equal to n എന്ന് പറയുന്ന 4 I greater than or equal to 1 ആണോ. നമ്മൾ n സ്റ്റാർട്ട് ചെയ്യുന്നത് 4ൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇത്രയും സ്റ്റാർസ് 4 സ്റ്റാർസ് വേണം. അതുകൊണ്ടാണ്. പിന്നെ അതിനെ 1 വരെ എത്തണം, റിവേഴ്സ് ആയിട്ട് വരണം. അത് കഴിഞ്ഞാൽ I മൈനസ് മൈനസ് അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലൂപ്പ്, ഔട്ടർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് I is equal to 4 വരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ 1നേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരണം. ലെറ്റ് str is equal to empty സ്ട്രിങ്ങിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർ ലെറ്റ് ജെയുടെ വാല്യൂ, ഇന്നർ ലൂപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇന്നർ ലൂപ്പിൽ ഇവിടെ ആദ്യം ജെയുടെ വാല്യൂ 1, അതുപോലെ ജെ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എത്രയാണോ അതുവരെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ജെ പ്ലസ് പ്ലസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെയുടെ വാല്യൂ 1 മുതൽ 4 വരെ വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഈ 4 സ്റ്റാർസ് പ്രിന്റ് ചെയ്ത് വരും. ഈ ഒരു ഔട്ടർ ലൂപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ 4 സ്റ്റാർ പ്രിന്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇവിടെ ജെ ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ STRൽ ഒരു സ്റ്റാർ വരും. STR ഇത്. ഓക്കെ, ഒരു സ്റ്റാർ വരും. ജെയുടെ വാല്യൂ നമ്മളിവിടെ 2 ആവുമ്പോൾ 2 സ്റ്റാർ, 3 ആവുമ്പോൾ 3 സ്റ്റാർ, 4 ആവുമ്പോൾ 4 സ്റ്റാർ. ഇവിടെ ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് വരുന്നത്. STRലേക്ക് സ്റ്റാർസിനെ എടുത്തു വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ജെ പ്ലസ് പ്ലസ് എന്ന് വരുമ്പോൾ ജെയുടെ വാല്യൂ നമുക്ക് 5 ആവും. 5 വരുമ്പോൾ ജെ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ 4 ആണ് നമുക്കിവിടെ. അത് ഫോൾസ് ആവുന്നത് കൊണ്ട് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഔട്ട്പുട്ടായിട്ട് കൺസോൾ ഡോട്ട് ലോഗിൽ നമ്മൾ 4 സ്റ്റാർസ് പ്രിന്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇവിടെ എത്തും. ഐ മൈനസ് മൈനസ് ആവുമ്പോൾ ഐയുടെ ആദ്യത്തെ വാല്യൂ നമുക്ക് 4 ആയിരുന്നു, അത് നമുക്ക് ഇപ്പൊ 3 ആയി. ഐയുടെ 4 മൈനസ് 1 3 ആയി. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഐയുടെ വാല്യൂ 3 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ 3 ആകും. പിന്നെ STRലേക്ക് അഗെയിൻ നമ്മൾ എംപ്റ്റി സ്ട്രിങ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇന്നർ ലൂപ്പിലേക്ക് കയറും. ഇന്നർ ലൂപ്പിലേക്ക് വരുമ്പോൾ ജെയുടെ വാല്യൂ 1 ആവുമ്പോൾ 1 സ്റ്റാർ, ജെയുടെ വാല്യൂ 2 ആവുമ്പോൾ 2 സ്റ്റാർ, ജെയുടെ വാല്യൂ 3 ആവുമ്പോൾ 3 സ്റ്റാർ. പിന്നെ ജെയുടെ വാല്യൂ 4 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും, കാരണം ഐയുടെ വാല്യൂ ഇപ്പോൾ 3 ആണ്. അതുകൊണ്ട് അങ്ങനെ ആ ലൂപ്പിൽ നിന്ന്, നമ്മുടെ ഈ ലൂപ്പിലെ ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഔട്ട്പുട്ട് ആയിട്ട് 3 സ്റ്റാർ പ്രിന്റ് ചെയ്യും. ആദ്യം നമ്മൾ 4 സ്റ്റാർ പ്രിന്റ് ചെയ്തു, രണ്ടാമത് 3 സ്റ്റാർ പ്രിന്റ് ചെയ്തു. അപ്പൊ അത്രയും വരെയായി. അത് കഴിഞ്ഞിട്ട് ഐ മൈനസ് മൈനസ്, ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഐ മൈനസ് മൈനസ്, അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 3 മൈനസ് 1. ഓക്കെ, 3 മൈനസ് 1 2 ആയി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഐയുടെ വാല്യൂ 2 ആയി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നർ ലൂപ്പ് വരുമ്പോൾ ജെയുടെ വാല്യൂ 1 തൊട്ട് 2 വരെയാണ്. അതുകൊണ്ടാണ് നമുക്ക് 2 സ്റ്റാർസ് കിട്ടുന്നത്, ഇവിടെ ഈ 2 സ്റ്റാർസ് വരുന്നത്. ഓക്കെ, ജെയുടെ വാല്യൂ 1 ആവുമ്പോൾ 1 സ്റ്റാർ, 2 ആവുമ്പോൾ 2 സ്റ്റാർ, 3 ആവുമ്പോൾ ജെയുടെ വാല്യൂ, ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മളിവിടെ 1 ഐ അല്ലേ കൊടുത്തിരിക്കണേ, അതുകൊണ്ട് ഐയുടെ വാല്യൂ ഇവിടെ വരുമ്പോൾ 2 എന്നതുകൊണ്ട് 2 വരെ ഉള്ളൂ. അതുകൊണ്ട് 3 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും, നമ്മൾ 2 സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് അഗെയിൻ നമ്മൾ ഐ മൈനസ് മൈനസ് വരുമ്പോൾ ഐയുടെ വാല്യൂ 2 മൈനസ് 1 ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പിൽ വരുമ്പോൾ ജെയുടെ വാല്യൂ
1 തൊട്ട് 1 വരെ 1 മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. 2 വരുമ്പോഴത്തേക്കും കണ്ടീഷൻ ഫോൾസ് ആവും. അങ്ങനെ നമ്മൾ അടുത്തതിൻ്റെയും എക്സിറ്റ് ഒരു സ്റ്റാർ മാത്രം പ്രിന്റ് ചെയ്ത് നമ്മൾ ഇതിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ സ്റ്റാർസ് പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഔട്ടർ ലൂപ്പ് ഐ കൺട്രോൾ ചെയ്യുന്നത് ഹൗ മെനി റോ വി ഹാവ് ടു പ്രിന്റ്, എത്ര റോസ് വേണം. ഇപ്പോൾ 1 2 4 ഇങ്ങനെ 4 റോസ് ആണ് വരുന്നത്. ഇന്നർ ലൂപ്പ് ജെയില് സ്റ്റാർസ് വരുന്നത് ഇന്നർ ലൂപ്പ് ജെ പ്രിന്റ് സ്റ്റാർസ് ഇൻ ഈച്ച് റോ, ഒരു റോയിൽ എത്ര സ്റ്റാർ. ഇപ്പൊ ഇവിടെ 4 സ്റ്റാർ ആണ് വേണ്ടത്, ഇവിടെ 3 സ്റ്റാർ ആണ് വേണ്ടത്, ഇവിടെ 2 സ്റ്റാർ, ഇവിടെ 1 സ്റ്റാർ. ഇതാണ് ജെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ജെയിൽ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ ഐയുടെ മൈനസ് മൈനസ് ആണ് വരുന്നത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ മൈനസ് മൈനസ് ആണ്. ഇതെല്ലാമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ the loop stop when I is equal to 0 because the condition I greater than or equal to 1 is false ആകുമ്പോൾ അത് സ്റ്റോപ്പ് ആയി പോവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.